അസ്സലാമലൈക്കും, നമസ്കാരം. ത്രെഡ് ആൻഡ് നീഡിൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തയ്യൽ മിഷ്യൻ്റെ, ഇത് അംബർലാടെ മിഷ്യനാണ്. മിഷ്യൻ്റെ ക്ലീനിങ്ങും അത് തുടച്ച് വൃത്തിയാക്കി നമുക്ക് എണ്ണയൊക്കെ ഒന്ന് ഇടാം, സൂചി നൂല് കൊരുക്കാം, സൂചി മാറ്റിയിടാം, ബോബൻ കേസ് ഒന്ന് ഇടുന്നതും അടിനൂല് ചുറ്റുന്നതും എല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണേ, എന്നാലേ ഇത് എല്ലാം മനസ്സിലാവത്തുള്ളൂ. ഇതാണ്ടേ ഇതിനകത്ത് നമുക്ക് ഓരോ ഭാഗങ്ങളിൽ എണ്ണയിടാം. അതുകൊണ്ട് ഇത് തയ്യൽ മിഷ്യൻ്റെ എണ്ണയിടുന്ന എണ്ണയാണ്. ഇത് മിഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത്. ഞാൻ ഇങ്ങനെ ഒരു കുപ്പി വാങ്ങിച്ചോ എടുക്കുന്നത് 1 ലിറ്ററിൻ്റെ പല കുപ്പിയുണ്ട്. ഞാൻ ഇതാണ് വാങ്ങിച്ചത്. ഇത് അല്ലാതെ നമ്മൾ നൂലൊക്കെ സൂചിയൊക്കെ വാങ്ങിക്കുന്ന കടയിൽ ഇതിൻ്റെ ഇതാണ്ട് ഈ ഇടത്തെ കൈ കൊണ്ട് പിടിച്ചേക്കുന്ന അതേ സൈസ് എണ്ണ ഇടാൻ കിട്ടും. അല്ലാതെ വെളിച്ചെണ്ണയൊന്നും ഒഴിക്കരുത്, ഉറുമ്പ് കയറും. പിന്നെ വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുമ്പോൾ കട്ടിയാവും മിഷ്യൻ്റെ പാഴ്സലൊക്കെ. അല്ലെങ്കിൽ പിന്നെ മണ്ണെണ്ണ ഒഴിച്ച് വേണം. അങ്ങനെ ഉള്ള ഒരു വെളിച്ചെണ്ണ ഒഴിക്കുന്നവർ ഒരു തുള്ളി മണ്ണെണ്ണയും കൂടെ ഒഴിച്ചിട്ടേ ഒഴിക്കാം. കഴിയുന്നതും ഇതേമാതിരി ഒരു കുപ്പി എണ്ണ ഈ മിഷ്യൻ്റെ ഓയിൽ വാങ്ങിച്ചിടുന്നത്. അതുകൊണ്ട് ഇത് കണ്ട, ഇതിന് അടപ്പിട്ട് അടച്ചു വെക്കണം. ഇല്ലെങ്കിൽ എന്താണെന്നറിയാവോ, ഇതിനകത്ത് ഈ എണ്ണയ്ക്കകത്ത് ഉറുമ്പ് കയറും. അതുകൊണ്ടാണ് പറഞ്ഞ് അടച്ച് വെച്ചേക്കണം. കണ്ടോ, ഇതിൻ്റെ അടപ്പങ്ങ് പൊട്ടിപ്പോയി. ഇപ്പം നമുക്ക് മിഷ്യനകത്തോട്ട് എണ്ണയൊക്കെ ഇടാം. ഏത് ഭാഗങ്ങളിലൊക്കെയാണ് എണ്ണ ഇടുന്നതെന്ന് നോക്കാം. ദാണ്ട ഇവിടെ ഒരു ഹോളുണ്ട്, അവിടെ ഒന്നിടണം. അത് കഴിഞ്ഞ് ദാണ്ട അതിൻ്റെ മുകളിൽ 2 ഹോളുണ്ട്, പിന്നെ ചെറിയ ചെറിയ ഹോളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ഒന്നിടണം. ഇതിനകത്തെല്ലാം ദാണ്ട് ഇവിടെയൊക്കെ ഉണ്ട് ഹോളുകൾ. അവിടെ ഉണ്ട് ഹോള്. പിന്നെ മിഷ്യനകത്ത് താഴെ എല്ലാം ഇടാം. അപ്പോൾ നമുക്ക് ഈ ആദ്യമേ മുകളിലിടണ്ട, മിഷ്യൻ ഇതിൻ്റെ അത് ഒന്ന് പൊക്കിയതിന് ശേഷം ഇടാം. ദാണ്ട ബെൽറ്റ് ഇട്ടേക്കുവാണെങ്കിൽ മോട്ടറുണ്ട്, ഇത് ബെൽറ്റ് ഊരിയിട്ടേക്കുക. ബെൽറ്റ് ഊരിയിട്ടിട്ട് വേണം മിഷ്യൻ പൊക്കി അങ്ങോട്ട് മാറ്റി വെക്കാനും. ഇതേമാതിരി ഒരു ബ്രഷ് എടുക്കണം. ബ്രഷ് എടുത്തിട്ട് ബ്രഷ് ആകുമ്പോഴേ അതിനകത്ത് മിഷ്യൻ്റെ അകത്ത് ആ ടൂൾസിനകത്തൊക്കെ ഉള്ള പൊടികളൊക്കെ ഇനി വരും. നമ്മുടെ കൈ കൊണ്ടും തുണി കൊണ്ടും ഒന്നും അത് എടുക്കാൻ പറ്റത്തില്ല. ഇതിനകത്തോട്ട് വെച്ച് ബോബൻ കേസ് ഞാൻ ഇനി മാറ്റുവാണ്. മാറ്റിയതിന് ശേഷം നമുക്ക് ഈ ബ്രഷ് വെച്ചതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാം. പൊടി അഴുക്കും തയ്യലൊക്കെ ഒരുപാടുള്ളവർ ഇത് കൂടെ ക്ലീൻ ചെയ്യണം. കാരണം പൊടി കയറി മിഷ്യൻ്റെ ഈ കോട്ടൻ്റെ തുണിയൊക്കെ ആണെങ്കിൽ പൊടി നല്ലതുപോലെ കയറിയ മിഷ്യൻ്റെ ഭാഗങ്ങളിൽ ഇരിക്കും. അത് പിന്നെ എണ്ണയും കൂടെ ഒഴിക്കുമ്പോൾ കട്ടിയാവും ഇരുന്ന്. കൂടെ വൃത്തിയാക്കണം. എന്നാൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും നമുക്ക് തയ്ക്കാൻ അത്യാവശ്യത്തിനല്ലേ, എല്ലാവരും അത്യാവശ്യത്തിന് മിഷ്യനകത്തോട്ട് കയറി ഇരുന്ന് തയ്ക്കുന്നത്. പെട്ടെന്നൊരു കീറ്റൽ കണ്ട കീറൽ അടിക്കാനും ഒക്കെ പെട്ടെന്നാണ് നിൽക്കുന്നത്. ഇതേമാതിരി ക്ലീനാക്കി സമയം കിട്ടുമ്പോഴൊക്കെ ഇതേമാതിരി ക്ലീനാക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊന്ന് ഷേപ്പ് അടിക്കുക, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉടുപ്പൊക്കെ തയ്ക്കുക, തയ്യലഴിഞ്ഞതൊക്കെ തയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതേമാതിരി നല്ലതുപോലെ ക്ലീൻ ചെയ്ത് ഇടണം. മുകളിൽ ഇപ്പം താഴെ താണ്ട ഇതേമാതിരി ഇനി പിന്നെ തുണി അച്ചൊക്കെ വെച്ചൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് എണ്ണ ഇട്ട് കൊടുക്കുക. പവർ മിഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് എണ്ണ ഇടേണ്ട ആവശ്യമില്ല. അതിനകത്ത് നിറഞ്ഞിങ്ങനെ എപ്പോഴും ഇത് കിടക്കും. അതിൻ്റെ സൗകര്യം ഇതിൻ്റെ മോഡൽ അങ്ങനെയാണ്. ഇതിനൊക്കെ നമ്മൾ കൂടെ എണ്ണ ഇട്ടേ പറ്റൂ. അതുകൊണ്ട് ഇങ്ങനെ മിഷൻ ഒന്ന് കറക്കി കൊടുക്കണം. കറക്കി കൊടുക്കുന്ന സമയത്ത് നമ്മൾ വലത്തെ കൈ കൊണ്ട് കറക്കണം, ഇടത്തെ കൈ കൊണ്ട് എണ്ണ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. കറങ്ങുന്ന ആ ടൂൾസിലെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കണം. അവിടെയൊക്കെ നൂല് പൊട്ടി കുരുങ്ങി കിടക്കുന്ന സ്ഥലമാണ് അവിടെ. അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. നൂല് കുരുങ്ങി അതിനകത്ത് കയറി കിടന്നു കഴിഞ്ഞാൽ ഭയങ്കര ടൈറ്റ് വരും. അപ്പോൾ നമ്മൾ പിന്നെ ചെറിയൊരു ബ്ലേഡ് എടുത്തതിന് ശേഷം ബ്ലേഡിൻ്റെ ഒരു ചെറിയ ഭാഗം, വലുതല്ല ബ്ലേഡ്, അത് ഒടിച്ചതിന് ശേഷം എടുത്ത് നമുക്കത് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കാം. ഇങ്ങനെ ഞാൻ അതിനകത്തുള്ള എണ്ണയൊക്കെ ഇട്ട് വൃത്തിയാക്കി ഇനി മുകളിലിടാം. അതുകൊണ്ട് ആ ഭാഗങ്ങളിലൊക്കെ ഓരോ തുള്ളി എണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇത് പിന്നെ ആ പ്ലേറ്റ് ഒന്ന് മാറ്റി, ഫേസ് പ്ലേറ്റ് എന്ന അതിൻ്റെ പേര്, ആ പ്ലേറ്റ് മാറ്റി ഊരിയെടുത്തതിന് ശേഷവും അതിനകത്ത് നൂല് കുരുങ്ങിക്കിടക്കും. ഇതിൻ്റെ ഫ്രണ്ടിലാണ് ഇതിൻ്റെ പിന്നെ ഈ ടൂൾസൊക്കെ വന്നേക്കുന്നത്, ഈ നൂലിടുന്നത്. അടുത്ത സൈഡിലോട്ടും കാണും ഓരോരുത്തർ. എനിക്ക് ഇത് സൈഡിലോട്ടാണ്, ഫ്രണ്ടിലാണ്. നമ്മൾ കറക്കി കൊടുത്തോണ്ട് വേണം എണ്ണ ഇടാൻ. അതുകൊണ്ട് ഇനി ഇതാണ്ട് ആ മിഷ്യൻ്റെ ഭാഗങ്ങളിലിട്ടാൽ അതിനകത്തോട്ട് അങ്ങ് പോട്ട് എണ്ണ. ആ സൂചിയുടെ ഭാഗത്തോട്ട് ഇട്ടാലേ അതിനകത്തോട്ട് പോകും. ഇതും ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. അപ്പം നല്ല സൗണ്ട് ഉള്ളതിന് ഇത് നല്ല പടപടാന്ന് സൗണ്ടായിരുന്നു. സൗണ്ട് ഉള്ളതിന് നല്ല സൗണ്ട് കുറയും. ഇതാണ്ട് ആ ഭാഗങ്ങളിലും ഇട്ട് കൊടുക്കുക. ഇനി മിഷ്യൻ്റെ ബാക്കിൽ പോയി നമുക്ക് ആ പ്ലേറ്റ് ഒന്ന് ഊരണം. ദാണ്ട ഇതേമാതിരി ബാക്കിലൊരു പ്ലേറ്റ് ഉണ്ട്, അത് ഊരണം. ഊരിയതിന് ശേഷം സ്പീഡ് കൂടി ടൈറ്റ് നല്ല ലൂസായി വരുന്നത് ദാണ്ട് ഇവിടെ എണ്ണ ഇട്ട് കൊടുക്കാൻ വേണം മിഷ്യന്. അതും ആ ബാലൻസ് വീലുണ്ടല്ലോ, വീലൊന്ന് കറക്കിയതിന് ശേഷം ഇടത്തെ കൈ കൊണ്ടൊന്ന് കറക്കുക.
വലത്തേക്കിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇവിടെയൊക്കെ നല്ലതുപോലെ എണ്ണ ഇട്ട് കൊടുക്കേണ്ട സ്ഥലമാണ്. ഇവിടെയാണ് നല്ല ടൈറ്റ് വരുന്നത്. ഉണങ്ങിക്കിടന്ന് മിഷൻ ഉണങ്ങിക്കിടക്കുമ്പോഴാണ് നമ്മൾ എണ്ണ ഇട്ട് കൊടുക്കുന്നത്. നല്ല സ്പീഡായിട്ടാണ് വരുന്നത്. അതാണ് ആ ഭാഗം ഇട്ട് കൊടുക്കുക. അവിടെയൊക്കെ ഉണ്ട് ഓരോ ഇതുണ്ട്, ഹോളൊക്കെ ഉണ്ട്. നമുക്കതങ്ങ് അടച്ച് സ്ക്രൂ അങ്ങ് മുറുക്കി കൊടുക്കാം. തുടച്ച് എണ്ണയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുക. ഞാൻ പുതിയ തുണിയൊന്നും എടുത്ത് ആദ്യമേ എണ്ണ ഇട്ടതിന് ശേഷം ഉടനെ അങ്ങ് തയ്ക്കരുത്. പിന്നെ എണ്ണ ഇട്ടതിന് ശേഷം പഴയ തുണിയൊന്നെടുത്ത് വെച്ച് നൂലിട്ട് തയ്ച്ച് കൊടുക്കണം. അല്ലെങ്കിൽ ആ എണ്ണ മിഷ്യനകത്ത് ഇട്ട എണ്ണ അങ്ങനെ ആ തുണിക്കകത്ത് പിടിക്കും. എന്താണ്ട് ഇനി നമ്മുടെ ബാലൻസ് വീലുണ്ടല്ലോ അടിയിലത്തെ പെടല്, അതിലൊക്കെ അതിൻ്റെ ആ സ്ക്രൂവിൻ്റെ ഭാഗങ്ങളിലൊക്കെ എണ്ണ ഇട്ട് കൊടുക്കണം. ചവിട്ടാൻ ബെൽറ്റ് ഇല്ലെങ്കിൽ ചവിട്ടാനുള്ളവർക്കാണെങ്കിൽ എളുപ്പമാവും. ഇത് ഈ ഭാഗങ്ങളിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ സൈഡിലെ വീലും കൂടെ ഇട്ട് കൊടുക്കുക. അങ്ങനെ അതും എണ്ണയിട്ട് ഇനിയിപ്പോൾ നമുക്ക് മേളിൽ നൂല് ഇടാം. ഇടുമ്പോൾ അടിനൂലൊന്ന് ചുറ്റണമല്ലോ, ചുറ്റി കാണിക്കാം. അടിനൂല് ചുറ്റുന്ന ഈ മിഷനകത്ത് അടിനൂല് ചുറ്റുന്ന വിധം. പിന്നെ അടിനൂല് ചുറ്റുമ്പോൾ ലൂസ് ആവി പോകുന്ന ഈ ബോബൻ കേസ് ഇടുമ്പോഴേ നൂല് ഊരിപ്പോവും. നൂലല്ല, ഇതിൻ്റെ കേസ് ഊരിപ്പോവും, ബോബൻ ഊരിപ്പോവും. അപ്പോൾ അതിനുള്ള വഴി നമുക്ക് കാണിക്കാം. ഇതേമാതിരി നൂലെടുത്തതിന് ശേഷം 3-4 ചുറ്റങ്ങ് ചുറ്റണം. ചുറ്റിയിട്ട് ഇങ്ങനെ ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കണം. കണ്ട നൂല് ചുറ്റുന്ന അവിടെ ഒരു റബ്ബറുണ്ട്. ആ റബ്ബർ ഇളകിപ്പോയാൽ ഇത് പറ്റില്ല. ആ റബ്ബറിന് ആ റബ്ബറിലാണ് ഇത് നിൽക്കുന്ന ഈ ഇളകിപ്പോകുന്നത്. ഇങ്ങനെ ഞാൻ ചവിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു ഇടത്തെ കൈ കൊണ്ട് നൂല് ഇങ്ങനെ പിടിച്ചതിന് ശേഷം വലത്തെ കൈ കൊണ്ട് നമ്മളതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒരു ഇത് വെച്ച് മിഷൻ ചവിട്ടിയാൽ വേണം. കണ്ട ഇങ്ങനെ ചവിട്ടണം. ചവിട്ടുന്നില്ല, അതാണ്ട ഇത് പറ്റുന്നില്ല. അതിനുള്ള ഇങ്ങനെ വരുന്നതിനുള്ള വഴിയാണ്. ആണ്ട ഇതേമാതിരി ഒരു ചെറിയ ടിപ്സാണ് ഇതൊക്കെ. മിഷൻ ഇതിനകത്തുള്ള ഒരു ടിപ്സാണ്. ഇതേമാതിരി ഒരു ചെറിയ തുണിയെടുത്ത് കട്ട് ചെയ്തിട്ട് ആണ്ട ഇത് ആ ഭാഗത്തോട്ട് ഈ ബോബനിലോട്ട് ചുറ്റിയതിന് ശേഷം കണ്ട അത് അങ്ങോട്ട് കയറ്റണം. നൂലല്ല തുണിയും ആ ബോബനും കൂടി അങ്ങോട്ട് കയറ്റിയതിന് ശേഷം കണ്ട അത് എന്ത് സ്പീഡായിട്ട് ചവിട്ടുന്ന കണ്ട. കുറച്ച് നൂലിൻ്റെ ആവശ്യമേ അതുകൊണ്ട് ഞാൻ കുറച്ച് നൂലേ ചുറ്റുള്ളൂ. ഇതേമാതിരി ചുറ്റിയാൽ മതി. നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കണം. എല്ലാം ചിലരുടെ പുതിയ മിഷനൊക്കെ ആകുമ്പം ഇങ്ങനെയൊക്കെ കുറേ നാൾ കഴിയുമ്പോൾ ഇതൊക്കെ അങ്ങ് ലൂസായി പോകും. ഇങ്ങനെ അങ്ങ് പ്രസ് ചെയ്ത് കണ്ട ഇതേമാതിരി അങ്ങ് വലത്തെ കൈ കൊണ്ട് അതങ്ങോട്ട് ആ പ്രസ് മാറ്റി ഇത് തുണി അങ്ങ് എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് അടിനൂല് കുറച്ച് ഇത് നീളത്തിൽ നൂലിട്ടതിന് ശേഷം കേസിനകത്തോട്ട് ഇടാം. അവിടെ ഒരു വെട്ടുണ്ട്. അതിനകത്തൊരു പോളയുണ്ട് കേസിന്. ഇട്ട് ഒന്ന് വലിക്കണം. ഒരു ടൈറ്റ് വരണം. അവിടെ ഒരു പൊടിയുണ്ട്. ആ പൊടി ഞാൻ സൂചി എടുത്ത് വെച്ച് കാണിക്കാം. ഇതൊക്കെ ഒരു ടിപ്സ്. അന്നേരം നമുക്ക് ഇത് ഊരുകാണി വീഴും. ഊരുകാണി എന്ന് വെച്ചാൽ നൂല് ലൂസായി വരും. ആ പൊടി നൂലതിനകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഇതേമാതിരി ഒരു ചെറിയ കനം കുറഞ്ഞ സൂചി എടുത്തതിന് ശേഷം അതൊന്ന് ഇളക്കി കൊടുക്കുക. ആ പോളയൊന്നും അതങ്ങ് പൊടി മാറി. ഇതൊക്കെ അറിയാൻ വയ്യാത്തവർക്കുള്ള ടിപ്സുകളാണിത്. എന്നിട്ട് ആ നൂലിടുന്നത് ആ പ്ലേറ്റ് അങ്ങോട്ട് മാറ്റണം. മിഷൻ്റെ സൈഡിലെ പ്ലേറ്റാണത്. അത് മാറ്റിയതിന് ശേഷം ഇത് അടിനൂല് ഇടണം. ഇടുന്നതിന് മുന്നേ ഇത് കണ്ട ഈ വെട്ട് മുകളിൽ വരണം. അതാണ് മുകളിൽ ഇത് സാധാരണ എല്ലാവരുടെ വീടുകളിലും ഉള്ള മിഷനുണ്ട്. അതിൻ്റെ ഞാൻ കാണിച്ചു തരാം ഇനി. എന്നിട്ട് നമുക്ക് മേളിലത്തെ നൂല് ചുറ്റണം. അവിടെ ഒരു 3 ഹോളുണ്ട്. 2 ഉള്ളതുണ്ട്. അത് ഞാൻ ഏറ്റവും മേളിലും ഇട്ട് താഴത്തെ ഇതിനകത്തും കൂടി ഇട്ട് 2 എണ്ണത്തിനകത്ത് ഞാൻ ഇടുന്നു. 3-ലും ഇടാം ചുറ്റി. ഇട്ടതിന് ശേഷം അടിയിൽ ആ ടെൻഷൻ സ്പ്രിങ് ഒക്കെ ഉള്ള ഇതുണ്ടല്ലോ, ടൂൾസ് ഉണ്ടല്ലോ, അവിടെ അങ്ങോട്ടിട്ട് എന്നിട്ട് ആ ടേക്കപ്പ് ലിവറിൽ ഇട്ട് പിന്നെ അവിടെയും കൂടി ഇട്ടിട്ട് അങ്ങോട്ട് നൂല് 1 2 3 4 ഇട്ട് ഇനിയാണ് നമ്മൾ ഈ സൂചിക്കകത്തോട്ട് കൊരുക്കാൻ പോകുന്നത്. നീഡിൽ ബാറ് അതൊന്ന് മിഷൻ സൂചി ഒന്ന് പൊക്കിയതിന് ശേഷം
പ്രഷർ ഫൂട്ടൊന്ന് താത്ത് സൂചി ഇടണം. സൂചിക്കകത്ത് നൂല് കൊരുക്കണം. ഇനി സൂചി മാറ്റിയിടുന്നതും കാണിച്ചു തരാം. എന്നിട്ട് ഇടത്തെ കൈ കൊണ്ടൊന്ന് പിടിച്ചിട്ട് അത് വലത്തെ കയ്യിൽ ബാലൻസ് വീൽ, നമ്മുടെ കറക്കുന്ന ബാലൻസ് വീലുണ്ടല്ലോ, അതൊന്ന് പിടിച്ച് ആ ടെൻഷനകത്ത് നിന്ന് കിടക്കുന്ന നൂലൊന്ന് ലൂസാക്കി കൊടുക്കണം. എന്നിട്ട് വേണം ഇടത്തെ കൈ കൊണ്ട് നൂലൊന്ന് പിടിച്ച് മേളിലോട്ട് ഒന്ന് സൂചി ഒന്ന് താക്കുമ്പം ആ നൂല് ഇവിടെ ഒന്ന് നമ്മൾ വലത്തെ കൈ കൊണ്ടൊന്ന് ഇതാക്കി ഒന്ന് വീലൊന്ന് കറക്കണം. കറക്കിയതിന് ശേഷം വേണം ഇടത്തെ കൈ കൊണ്ട് ആ നൂല് പിടിച്ച് ഇനി അങ്ങ് ബാക്കിലോട്ട് മാറ്റിയിടണം. കണ്ടാ, 2 നൂലും കൂടെ ബാക്കിലോട്ട് ഇടണം, പ്രഷർ ഫൂട്ടിൻ്റെ ബാക്കിൽ. എന്നിട്ട് നമുക്കൊന്ന് തയ്ക്കാം. കാണി ചെറിയ കാണി വലിയ കാണിയൊക്കെ ഇടുന്ന കാണിക്കാം. സ്റ്റിച്ച് റെഗുലേറ്ററിൻ്റെ കാണിക്കാം. അത് കാണി കൂട്ടുന്നത് വലിയ. ഇത് സാധാരണ കാണിയാണ്, സാധാരണ തയ്യലിൻ്റെ. ഇനി സൂചി ഊരിയതിന് ശേഷം നമുക്ക് കാണിക്കാം സൂചി ഊരിയിട്ട് ഇടുന്നത്. കുഴപ്പമില്ലാതെ നല്ല സ്പീഡ്, നല്ല ഇതിൻ്റെ സൗണ്ട് കുറവുണ്ട്, നല്ല സൗണ്ട് കുറവുണ്ട്. ഇപ്പം നല്ല പടപടാന്നും പറഞ്ഞ് കിടന്നടിച്ചതാണ്. ഈ സ്ക്രൂ ഡ്രൈവർ, ഇതേമാതിരി സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ ആ സൂചി നമുക്കൊന്ന് ഊരിയിട്ട്, ഇപ്പോൾ ഒടിഞ്ഞു പോയി തീർച്ചയായിട്ട് നമ്മൾ സൂചി അങ്ങ് ഒടിഞ്ഞു പോയി, എന്തെങ്കിലും ഒരു കല്ലോ എന്തെങ്കിലും ഈ നമ്മൾ വർക്കുള്ള ചുരിദാറൊക്കെ തയ്ക്കത്തില്ലേ, കട്ടിയുള്ള, ഇതുവരെ സൂചി അങ്ങ് ഒടിഞ്ഞു പോയി. നമുക്ക് ഇതേമാതിരി സൂചിയുടെ ഒരു ഭാഗം ചെത്തു ഭാഗമാണ്, ഇത് ഉരുണ്ട സൂചിയാണ്. അത് നമ്മുടെ വലത്തെ കയ്യിലോട്ട് ഇരിക്കുന്ന ഭാഗം ഒരു ചെത്തുഭാഗം വരും താഴെ, സൂചിൻ്റെ മുനയുള്ള ഭാഗം. അത് നമ്മുടെ വലത്തെ കയ്യിൽ ഇരിക്കുന്ന ഭാഗത്തോട്ട് വരണം. ആ ചെറിയൊരു ചെത്തേ ഉള്ളൂ. സാധാരണ മിഷ്യൻ്റെ സൂചിയല്ല ഇത് ഉരുണ്ട സൂചി. മറ്റേതൊരു മേളിൽ ചെത്ത, ഇത് താഴെ ഒരു ചെറിയ ചെത്തുണ്ട്, അത് നമ്മുടെ വലത്തെ കൈയുടെ ഭാഗത്തോട്ടിരിക്കണം. അല്ലെങ്കിൽ സ്ക്രൂ ഇട്ടേക്കുന്നതിൻ്റെ ഭാഗത്തോട്ടിരിക്കണം. എന്നിട്ട് ഇതൊന്ന് മുറുക്കി കൊടുക്കണം. ഒരുപാട് പൊങ്ങരുത്, ഒരുപാട് താഴരുത്. ഒന്നെടുത്ത് ബാലൻസ് വീല് വെച്ചൊന്ന് കറക്കണം. സൂചി പെട്ടെന്ന് എടുത്തങ്ങ് താഴോട്ടങ്ങ് തയ്ക്കരുത്. ഒന്ന് കറക്കി നൂലിട്ടതിന് ശേഷം ഒന്ന് കറക്കി കൊടുക്കണം. കറക്കി പെതുക്കെ ഒന്ന് ബോബൻ കേസിലോട്ട് തട്ടുന്നോന്ന് നോക്കണം. കാരണം ഇല്ലെങ്കിൽ തട്ടുന്നെങ്കിൽ സൂചിയുടെ മുനയും പോകും, ഒടിഞ്ഞും പോകും. അപ്പോൾ ഇതൊക്കെ തയ്ക്കണം. നല്ല സ്പീഡ് നല്ല സൗണ്ട് കുറവാണ്. ഇതിപ്പം നല്ല സൗണ്ടായിരുന്നു. എണ്ണ കുറച്ച് ഇപ്പം നിങ്ങളെയും കൂടെ കാണിക്കാമല്ലോ ഞാൻ എണ്ണ ഇട്ടപ്പം. അതാണ് ഈ വീഡിയോ ഇങ്ങനെ എടുത്തേക്കുന്നത്. എണ്ണയിടാൻ എടുത്തതായിരുന്നു. നല്ല നിങ്ങൾക്ക് കേൾക്കുമ്പോൾ നല്ല സ്പീഡ് ഭയങ്കര പടപടാ കിടക്കും. പക്ഷേ എനിക്ക് തയ്ച്ചപ്പോൾ നല്ല സൗണ്ട് കുറവുണ്ട് മെഷീൻ. ഇതാണ്ട കാണിയൊക്കെ നല്ല അടിപൊളി കാണിയായിട്ട് വന്നതാണ്ട. ഇനി നമുക്ക് സ്റ്റിച്ച് റെഗുലേറ്റർ ഇത് ഇങ്ങനെ ഒരു ഇടത്തേക്ക് ഇങ്ങനെ ഒരു സാധനം, അത് കാണി കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. അത് കുറയ്ക്കുന്നതിനനുസരിച്ച് താഴോട്ട് വരും, കൂട്ടുന്നതിനനുസരിച്ച് മുകളിലോട്ട് പോകും. അത് ഞാനിപ്പോൾ ഇച്ചിരി ഒന്ന് കൂട്ടി വെച്ചേക്കുക, അല്ല കുറച്ച് വെച്ചേക്കുക. വലുതായിട്ട് സ്പീഡിൽ പോകുന്നില്ല. ഇനി ശകലവും കൂടെ ഒന്ന് ഇതാക്കി കൊടുക്കുമ്പം ഒട്ടും നീങ്ങാത്ത ചുമ്മാ ചവിട്ടി പോവുക, ഒട്ടും നീങ്ങത്തില്ല. അപ്പം അത് കണ്ടോ താഴെ വന്നിരിക്കുന്ന, നടുക്ക് വന്നിരിക്കുക അതിൻ്റെ സ്റ്റിച്ച്. ഇതിന് നമുക്ക് ശകലവും കൂടെ പൊക്കി കൊടുക്കാം. പൊക്കിയിട്ട് ശകലവും കൂടെ മുമ്പിലോ ഇങ്ങനെ അങ്ങോട്ട് ഇടത്തെ കൈ കൊണ്ട് ഒന്ന് പൊക്കണം. ഇങ്ങനെ ആക്കിയിട്ട് ഇതൊന്ന് കറക്കണം. വലത്തോട്ട് ഇടത്തോട്ടും ഒക്കെ കറക്കാം. ഇങ്ങനെ കറക്കാം, വലത്തോട്ട് കറക്കാം. അത് മുകളിലോട്ട് പൊങ്ങിയിരിക്കുന്നുണ്ട. ഇങ്ങനെ ഇത് കെട്ടിടാനും ഇതാണ് കെട്ടിടാനും ഉപയോഗിക്കുന്നത്. അത് ഞാൻ പിന്നെ കാണിച്ചാൽ ഇനി വേറൊരു വീഡിയോ കെട്ടിടുന്നതൊക്കെ കാണിച്ചു തരാം. എല്ലാവരും കൂടെ ആവുമ്പോഴേ നിങ്ങൾക്കും ഇതാവും. ഇങ്ങനെ വരും. ഇപ്പം കാണി വലിയ കാണിയായിട്ടിരിക്കുക. വലിയ കാണി നമ്മൾ സാധാരണ ചുരിദാർ തയ്ക്കുന്നതിനെക്കാട്ടിയും വലിയ കാണിയാണ് ഇപ്പം തയ്ക്കുന്നത്. നോക്കിക്കോണേ. ബ്ലൗസിനൊന്നും ഈ കണിയിട്ട് തയ്ക്കത്തില്ല. നമ്മൾ നൈറ്റിക്കൊക്കെ ഒറ്റയടി അടിച്ച് തയ്ക്കുമല്ല. നമ്മൾ നൈറ്റി ബിസിനസ് ഉള്ളവർ തയ്ക്കുന്ന കാണികൾ അവർ പെട്ടെന്ന് സ്പീഡിൽ അടിച്ചങ്ങ് പോവില്ല. ഒറ്റ തയ്യലല്ല ഉള്ളവർക്ക്. അപ്പോൾ ആ തയ്യൽ ഇതേമാതിരിയുള്ള കാണിയിട്ടാണ് തയ്ക്കുന്നത്. നമ്മൾ സാധാരണ ബ്ലൗസിലും ഒക്കെ തയ്ക്കുന്നതിനെക്കാട്ടി ശകലവും കൂടെ വലുതാണ്. ഇനി ശകലവും കൂടെ വലുതാക്കാം. എന്നിട്ട് നമുക്ക് ചെറുതുമാക്കാം. മേളിൽ പൊങ്ങിയിരിക്കുന്ന ഇനി ശകലവും കൂടെ ചെറുതാക്കാം, വലുതാക്കാം. ഇങ്ങനെയൊക്കെ ഒന്ന് നോക്കണം. ഇത് പൊങ്ങിയിരിക്കുമോ എന്ന് ഇച്ചിരിയും കൂടെ വലുതാക്കുവാണ് കാണി.
നമ്മൾ അഴിച്ചു കളയുന്ന ചില ഇതിൽ നമ്മൾ കൈത്തൈയിൽ ഹെമ്മിങ് ചെയ്യുന്നതിന് പകരം ആദ്യമേ ഇത് മിഷൻ അടിച്ചു വെക്കും, വലിയ കാണിയിട്ട് അടിച്ചു വെക്കും. അന്നേരം പെട്ടെന്ന് അഴിച്ചു കളയാൻ പറ്റിയ ഒരു തയ്യൽ. കണ്ടാ വെളി പൊങ്ങി നിൽക്കുവാണ് ഇത് കമ്പി. ഇനി നമുക്ക് സാധാരണ ലെവലിലുള്ള നമ്മുടെ ബ്ലൗസ് തയ്ക്കുന്ന കാണിയിടാം. വേണ്ട, ഇപ്പോഴാണ് കറക്റ്റ് കാണിയായത്. നമ്മൾ എപ്പോഴും തയ്ക്കുന്ന നോർമൽ തയ്യലിൻ്റെ കാണി. ഇങ്ങനെയാണ് സ്റ്റിച്ച് റെഗുലർ. ഇതിൻ്റെ സാധാരണ മിഷൻ്റെ വേറെ മോഡലാണേ. ഇതിൻ്റെ അംബർല മിഷൻ്റെ ആയത് കൊണ്ടാണ് ഇത്. സാധാരണ മിഷൻ്റെ അത് ഞാൻ കാണിച്ചു തരാം. സ്റ്റിച്ചിൽ റെഗുലേറ്റർ അത് മേലോട്ട് താഴോട്ടും ആക്കി ഒന്ന് ഇതാക്കി മാത്രം മതി. വേണ്ട, ചെറുത് വലുത്, വലുത് ഏറ്റവും വലുത്. കണ്ടാ ഇങ്ങനെയാണ്. നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ നിങ്ങളുടെ മിഷനകത്ത് ഇങ്ങനെ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.